ഹലോ മക്കളെ, ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ വെയിറ്റേജ്. രണ്ടാമത്തെ കാര്യം, ഈ വീക്കിൽ നിങ്ങൾ എക്സാമിനറിൻ്റെ ലൈവ് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഇട്ടാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമയം വേസ്റ്റ് ചെയ്യാണ്ട് വേഗം കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ കെമിസ്ട്രിയിൽ നിങ്ങൾ നോക്കിയാൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ പരീക്ഷയിൽ വരിക. ഇത്രയും ചാപ്റ്റേഴ്സ് അല്ല, ഇത്രയും ചാപ്റ്റേഴ്സ് റിഡോക്സ് റിയാക്ഷൻസ് വരെയുള്ള ചാപ്റ്റേഴ്സാണ് വരിക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇവിടെ വളരെ ഒബ്വിയസ് ആയി കിടപ്പുണ്ട്, ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങും ആണ്. ചോയ്സും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ 16-15 മാർക്സും കിടപ്പുള്ള ഒരു ചാപ്റ്ററാണത്. അതുകൂടാതെ തെർമോഡൈനാമിക്സ് മോശമില്ല, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ആദ്യത്തെ സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ഫോക്കസ് കൂടുതൽ ചെയ്യേണ്ടത് തന്നെയാണ് ഈ തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം കെമിക്കൽ ബോണ്ടിങ്ങും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം മാക്സിമം വെയിറ്റേജ് അവിടെ കിടക്കുന്നത്. വിത്ത് ചോയ്സും കൂടി നോക്കുകയാണെങ്കിൽ ഇത്രയും വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മൾ കെമിസ്ട്രി മാറി മാത്സിലേക്ക് വരികയാണെങ്കിൽ മാത്സിൽ കുറേ ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സ്പ്രെഡ് ഔട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടി ലോവർ എൻഡിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് വെയിറ്റേജിൻ്റെ. പക്ഷെ അങ്ങനെ ഈ ചാപ്റ്ററാണ് ഭയങ്കര സംഭവം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, ഇനി കെമിസ്ട്രീൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് കുറേ പോയത് കൊണ്ട് തന്നെ, പക്ഷേ ടോട്ടൽ മാർക്സ് കുറയാത്തത് കൊണ്ട്, ടോട്ടൽ മാർക്സ് എത്രയാണ് ഇപ്പോഴും ഫുൾ മാർക്സ് തന്നെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ ചാപ്റ്ററിനും ഒബ്വിയസ്ലി കൂടുതൽ മാർക്ക് വരും. നിങ്ങൾ മാത്സിനെ നോക്കിയാൽ മനസ്സിലാവും, ചില ചാപ്റ്റേഴ്സ് 5, 4, 3 എന്നൊക്കെ. കെമിസ്ട്രിയിൽ അങ്ങനെ നിങ്ങൾ കാണുന്നില്ല. 6, 7, 6, 12, 10, 12, 7 അങ്ങനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ ചാപ്റ്ററിനും മാക്സിമം കാര്യങ്ങൾ പഠിക്കണം. പോർഷൻസ് ഒക്കെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കെമിസ്ട്രിയിൽ പഠിച്ചാലേ പണി പാടും. മാത്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങളൊന്നും പരീക്ഷയിൽ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, പബ്ലിക് എക്സാമിന് പഠിച്ചെടുക്കാമെന്ന് വിചാരിക്കാം. കെമിസ്ട്രിയിൽ അങ്ങനെ പോലും ചെയ്യാൻ പറ്റില്ല. കെമിസ്ട്രിയിൽ നിങ്ങൾ ഫുള്ള് പഠിക്കണം. ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന കാരണം, വല്ലപ്പോഴും ചോദിക്കുന്ന കാരണം, എപ്പോഴും ചോദിക്കുന്ന കാരണം, വല്ലപ്പോഴും ചോദിക്കുന്ന കാരണം എല്ലാം ഫുൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം 14 മാർക്ക് ചോദ്യം അല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കും ഈ ചാപ്റ്ററിന്? ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾ 14 മാർക്ക് ചോദ്യം തന്നെ കണ്ട 2, 2, 3, 4 മാർക്കിന് ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ആ ചാപ്റ്റർ അരിച്ച് പെറുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളും അരിച്ച് പെറുക്കണം. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഈ ബാക്കിയുള്ളതിന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഫിസിക്സിൻ്റെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഫ്ലൂയിഡ്സിനാണ് ഒരു ഔട്ട്ലയർ എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഫ്ലൂയിഡ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 3 ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ബാക്കി ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. PDF ആയിട്ട് ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ബോട്ടണിയിലേക്ക് വരുമ്പോൾ ഇതാണ്, സോളജിയിലേക്ക് വരുമ്പോൾ ഇതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. കമ്പ്യൂട്ടർ സയൻസിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ അല്ല, വെയിറ്റേജ് കിട്ടിയല്ലോ. ഇനി ഈ വെയിറ്റേജ് എങ്ങനെ സാർ പ്രിപ്പയർ ചെയ്യുന്നത്? ഒഫീഷ്യൽ വെയിറ്റേജ് ആണോ? ഒബ്വിയസ്ലി അല്ല. ഈ വെയിറ്റേജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ പരീക്ഷകൾ, അത് ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, അതിലെങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, അതിലൊരു പാറ്റേൺ ഉണ്ട്. അതിൽ വലിയ മാറ്റങ്ങൾ വരാറില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇതുപോലെ ആയിരിക്കും വരിക. എക്സാക്ട്ലി ഇത് വരണമെന്നൊന്നുമില്ല. ഓൾമോസ്റ്റ് ഇതുപോലെ ആയിരിക്കും വരിക. 1-2 മാർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ചാപ്റ്ററിൽ നിന്ന് മാറാം. പക്ഷേ ഓൾമോസ്റ്റ് ഈ പാറ്റേൺ ഇതുപോലെ തന്നെയാണ് പൊതുവെ ഫോളോ ചെയ്യാറ്. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക്, അതായത് ഈ വീക്ക് എക്സാമിനറുടെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ എത്ര മാർക്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും? വളരെ സിമ്പിളാണ് മക്കളെ. കെമിസ്ട്രിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കാൻ പോകുന്നു. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ വരാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീക്കെൻഡ് എടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് വന്നിരുന്നാൽ ജസ്റ്റ് എത്രയേ ഉള്ളൂ, ഈ 1, 2, 3, 4, 5, 6, 7 ചാപ്റ്റേഴ്സിൽ വന്നിരുന്ന 80 മാർക്ക് ഈ വീക്ക് നമുക്ക് ഉറപ്പിക്കാം. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് വൈകുന്നേരം 7:30 മുതൽ 9 വരെ 2 മണിക്കൂർ എല്ലാ ദിവസവും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മതി. എല്ലാ ദിവസവും നമ്മൾ ഒരു 6 ദിവസം ഇനി സമയം ബാക്കിയുള്ളൂ. വന്നിരിക്കുക, കെമിസ്ട്രിയിൽ ഇത്രയും ചാപ്റ്റർ തീർക്കുക, 80 മാർക്ക് പോക്കറ്റിലാക്കുക. നെക്സ്റ്റ് ഉള്ളത് മാത്സ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മാത്സും കെമിസ്ട്രിയാണ് ഈ വീക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് പരീക്ഷയിൽ ഫസ്റ്റ് 2 എക്സാംസിൽ വരുന്ന 2 പരീക്ഷകളാണ് കെമിസ്ട്രി മാത്സും. അതിന് പഠിക്കാൻ സെപ്പറേറ്റ് ദിവസങ്ങളില്ല. അപ്പോൾ മാത്സിൽ നിങ്ങൾ ഈ വീക്ക് നമ്മുടെ ലൈവിൽ കവർ ചെയ്യാവുന്ന ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഈ ചാപ്റ്റേഴ്സിൻ്റെ വേർത്ത് എത്രയാണ്? 38 മാർക്സാണ്. അതായത് വെറും 5 ചാപ്റ്റർ പഠിച്ചാൽ 38 മാർക്ക് ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഇത് കൂടാതെ നിങ്ങൾക്കറിയാം, നമ്മുടെ അർച്ചന മിസ് നമ്മുടെ ബയോളജിയിൽ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ആയിട്ട് വരുന്നുണ്ട്. 25 മാർക്ക് വേർത്തായിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അതിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഇതെല്ലാം കൂടെ ചേർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും 143 മാർക്സ് ആയിരിക്കും. ഇനി 143 മാർക്സ് അവിടെ നിൽക്കട്ടെ, ഇതിൽ നിങ്ങളൊരു 80% എഫേർട്ടെങ്കിലും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 120 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചെടുക്കാം. അതിനാകെ ചെയ്യേണ്ട എന്താണ്, എല്ലാ ദിവസവും 2 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു 120 മാർക്കെങ്കിലും പോക്കറ്റിൽ റെഡി ആക്കി വെച്ചിട്ട് വേണോ പരീക്ഷയെ നേരിടാൻ. അല്ലെങ്കിൽ 1 മാർക്കും ഇല്ലാണ്ട് എന്താണ് നേരെ പോയിട്ട് പരീക്ഷാ ഹാളിൽ ഇരിക്കണോ, അല്ലെ ജസ്റ്റ് റിവിഷനൊക്കെ ചെയ്യണോ? 120 മാർക്ക് ഉറപ്പിച്ചിട്ട് പോയി ഈ റിവിഷനൊക്കെ ചെയ്യുന്നതായിരിക്കില്ലേ ബെറ്റർ.
അപ്പം ആ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കുക. അതിനാകെ നിങ്ങൾ ചെയ്യാനുള്ളത് വൈകുന്നേരം 7:30 മുതൽ 9:00 വരെ വെറുതെ വന്നിരിക്കുക. ആരാണോ അവിടെ വരുന്നത് അവർ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഈ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാക്കി തരും. ഓക്കെ. പിന്നെ ഈ ടൈം ടേബിളിൻ്റെയും വെയിറ്റേജിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ആകെ ചെയ്യേണ്ടത് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്ലാസ്സിൽ